ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഞാൻ പറഞ്ഞിട്ട് അങ്ങ് മറുപടി പറഞ്ഞോളൂ. ഞാൻ ഇരുന്ന് തരാം, എത്ര നേരമാണ് ഇരുന്ന് തരാം. എൻ്റെ ചോദ്യം ഇതാണ്, ഒന്നാമത്തെ ചോദ്യം. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഈ കമ്പനിക്ക് വേണ്ടി കേരളത്തിലെ സർക്കാർ വഴിവിട്ട് ചെയ്ത ഒരു ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, ആ ചോദ്യത്തിന് നാളെ ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. എന്നിട്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ കമ്പനിക്ക് വേണ്ടി വഴിവിട്ട് ചെയ്തതിൻ്റെ ഉദാഹരണങ്ങൾ ആർക്കൊക്കെ? ഒന്ന് ബി ജെ പി. ഒരു മാറ്റവും ഇല്ലല്ലോ. ബി ജെ പിയുടെ ജന്മഭൂമി പത്രം കരിമണൽ കമ്പനിക്ക് വേണ്ടി ലേഖനം എഴുതി, മുഖപ്രസംഗം എഴുതി. അക്കാര്യത്തിനകത്ത് അതിന് ചീഫ് എഡിറ്ററെ പിരിച്ചുവിട്ടു, ഹരീഷ് കർത്തയെ പിരിച്ചുവിട്ടു. അദ്ദേഹം ഇപ്പോൾ ഗവർണറുടെ സ്റ്റാഫിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. നിങ്ങൾ ഈ ചർച്ചയിൽ ഒരു ബി ജെ പി പ്രവർത്തകനെ വിളിച്ചോ? പ്രത്യക്ഷത്തിൽ തെളിഞ്ഞതാണ്. എന്താ തെളിഞ്ഞത്? ബി ജെ പിക്കാർക്ക് കരിമണൽ കമ്പനിയായിട്ട് ബന്ധം. ആ ബന്ധത്തിന്റെ ഭാഗമായി ജന്മഭൂമിയിൽ കുഞ്ഞാലിക്കുട്ടിയെ പ്രകീർത്തിക്കുന്ന ലേഖനം വന്നു. ഇതൊക്കെ 10 ദിവസമായി ശ്രീ അനിൽകുമാർ എന്നോട് തന്നെ പലതവണ പറഞ്ഞു കഴിഞ്ഞ ന്യായങ്ങളാണ് ശ്രീ അനിൽകുമാർ. എല്ലാ പാർട്ടികളെ കുറിച്ചും എല്ലാം അറിയാമെങ്കിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കുറിച്ചുമുള്ള ഒരു ചോദ്യത്തിന് ശ്രീ അനിൽകുമാർ മറുപടി പറയും. നിങ്ങൾക്ക് ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം, സമ്മതിച്ചു. ഇതൊക്കെ ഞങ്ങൾ 10 ദിവസമായി കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ഒരു തവണ പറയൂ, മുഖ്യമന്ത്രിയുടെ മകളും കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടിന്റെ വിശദാംശങ്ങൾ അറിയാമോ? അതാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. 12 മിനിറ്റായി താങ്കൾ മനസ്സിലാക്കി തരികയാണ്. 12 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന അത്ര പറ്റാത്ത ഉത്തരമാണോ അത്? പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. ഞാൻ പറയാം, ഷാനി ഇടയ്ക്ക് എന്റെ വാക്ക് തടസ്സപ്പെടുത്തിയാൽ ഞാൻ ഈ പരിപാടിക്ക് തുടരില്ല. ഷാനി ഇനി ഈ പരിപാടി തുടർന്നാൽ ഞാൻ തുടരില്ല. ശ്രീ അനിൽകുമാർ, ഇത് മര്യാദകേടാണ് എന്ന് പറയേണ്ടി വരുന്നത് ഖേദകരമാണ്. വേറൊന്നുമല്ല, 12 മിനിറ്റായി ലളിതമായ ഒരു ചോദ്യം ശ്രീ അനിൽകുമാറിനോട് ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. 12 മിനിറ്റായി ലളിതമായ ഒരു ചോദ്യം, ലളിതമായ ഒരു ചോദ്യം ഞാൻ താങ്കളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. താങ്കൾക്ക് ഇറങ്ങി പോകാനാണ് സൗകര്യം, നമുക്കറിയാം, ഞങ്ങൾ കാണുന്നതാണല്ലോ. താങ്കളുടെ ഭാഗമല്ല പറയുന്നത് ശ്രീ അനിൽകുമാർ. താങ്കൾ താങ്കളുടെ പാർട്ടിയെ കുറിച്ചുള്ള ചോദ്യത്തിന് ഇത്രയും സമയമായി 1 മിനിറ്റ് മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ താങ്കളോട് അത് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, താങ്കൾ മറുപടി പറഞ്ഞിട്ടേ ഇല്ല. പറഞ്ഞിട്ടില്ല. താങ്കൾ താങ്കളുടെ പാർട്ടിയാണ് മോശമാക്കുന്നത്. അതെങ്ങനെയാണ്? താങ്കൾ മറുപടി പറയാൻ തുടങ്ങുന്നു, ജന്മഭൂമിയെ കുറിച്ച് പറയുന്നു, BJP കുറിച്ച് പറയുന്നു, മാധ്യമങ്ങളെ കുറിച്ച് പറയുന്നു, പ്രസാദിയെ കുറിച്ച് പറയുന്നു. മുഖ്യമന്ത്രിയുടെ എന്റെ ചോദ്യം ഞാൻ വ്യക്തമാക്കുന്നു. താങ്കൾ എങ്ങനെ പിണങ്ങിയാലും പരിഭവിച്ചാലും ആ ചോദ്യം ആവർത്തിച്ച് ഞാൻ ചോദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ കമ്പനിയും കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടിനെ കുറിച്ച് CPM അറിയാമോ? ആ ചോദ്യത്തിന് താങ്കൾക്ക് മറുപടി പറയാം. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി, ഞാൻ ഉത്തരം പറയാനിരിക്കുന്നു. ഇനി ഇടപെട്ടാൽ ഞാൻ ചർച്ചയിൽ 2 മിനിറ്റ് താങ്കൾ ആ ചോദ്യത്തിന് മറുപടി പറയാം. 2 മിനിറ്റിൽ പറഞ്ഞോളൂ. 14 മിനിറ്റും താങ്കളാണ് സംസാരിച്ചത്. 2 മിനിറ്റിൽ താങ്കൾ ദയവായി ആ ചോദ്യത്തിന് മറുപടി നൽകണം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഞാൻ പറയുന്നൊരു കാര്യം, ഈ കരിമണൽ കമ്പനിക്ക് വേണ്ടി പൊതുമേഖലയിലുള്ള ഖനനം അവസാനിപ്പിച്ച് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയത് AK ആന്റണിയാണ്, കുഞ്ഞാലിക്കുട്ടിയാണ്. അങ്ങനെ UDF-നാണ് ഈ കമ്പനിയുമായിട്ട് ബന്ധമെന്നാണ് എൻ്റെ പാർട്ടിയുടെ നിലപാട്. രണ്ടാമത്തേത്, കമ്പനിയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം RSS-നും BJP-ക്കുമാണെന്നാണ് നിലപാട്. 2 തെളിവ് ഞാൻ ഹാജരാക്കി. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. 3, കരിമണൽ കമ്പനിയുടെ ഈ പൊതുമേഖലാ ഖനനം അവസാനിപ്പിക്കാൻ സ്വകാര്യ മേഖലാ ഖനനത്തിന് കേന്ദ്രം നിയമം കൊണ്ടുവന്നിരിക്കുന്നു. അതിനെ പിണറായി വിജയൻ സർക്കാർ എതിർത്തു. ഇതാണ് ഞങ്ങളുടെ അഭിമാനം. ഭയങ്കരം തന്നെ. കരിമണൽ ഖനനം എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയമത്തെ എതിർത്തത് P. രാജീവിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ വകുപ്പാണ്. കേരള സർക്കാരാണ്, പിണറായി സർക്കാരാണ്. നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു കരാർ, മുഖ്യമന്ത്രിയുടെ മകളാവട്ടെ മറ്റേതെങ്കിലും വ്യക്തികളാവട്ടെ, അത്തരമൊരു കരാർ ആ കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയത്തെ ബാധിക്കുന്ന കാര്യമല്ല. അതാണ് CPM-ന്റെ അഭിപ്രായം. നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് 2 കമ്പനികൾ തമ്മിൽ കരാർ ഉണ്ടാക്കിയാൽ അത് ആ കമ്പനികളെ ബാധിക്കുന്ന നിയമപരമായ കാര്യങ്ങളാണ്. അത് നിയമപരമായ പരിശോധന വേണം. നിയമപരമായ പരിശോധന ആവശ്യപ്പെടുന്ന വിധം വീണ വിജയൻ ഈ രാജ്യത്തെ ഒരു നിയമപ്രക്രിയയിലേക്കും ക്ഷണിക്കപ്പെട്ടിട്ടില്ല.
അവരുടെ കമ്പനിയോ അവരോ ഒരു നിയമ പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇവൻ നമ്മൾ നാളെ കെടുത്തുന്നോണ കേട്ടാ. അവരും അവരുടെ കമ്പനിയും ഉൾപ്പെടാത്തൊരു നിയമ പ്രക്രിയയിലേക്ക് അവരുടെ പേര് വലിച്ചിഴക്കാൻ RSSന് നേതൃത്വം കൊടുക്കുന്ന നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിലുള്ള IT വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാർ സൂത്രപ്പണി കാണിച്ച് ഞങ്ങളുടെ മുഖ്യമന്ത്രി അപമാനിക്കാൻ കള്ളക്കാര്യങ്ങൾ എഴുതി വെച്ചു, വ്യാജങ്ങൾ എഴുതി വെച്ചു. ആ എഴുതി വെച്ച സാധനം എന്ന് പറയുന്നത് ഒരു സെറ്റിൽമെന്റ് രേഖയാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. 2 മിനിറ്റ് പൂർണ്ണമായിരിക്കുന്നു ശ്രീ അനിൽകുമാർ. ദയവായി മറ്റ് ചോദ്യങ്ങളിലേക്ക് കൂടി താങ്കൾ വരൂ. ദയവായി താങ്കളുടെ പാർട്ടിയുടെ നിലപാട് ഇതാണ് എന്നത് താങ്കൾ പറഞ്ഞു. അതെ, എനിക്ക് തോന്നുന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? നിങ്ങൾ ഈ കമ്പനിയും കരിമണൽ കമ്പനിയുമായി നടന്ന ഇടപാടുകൾ സുതാര്യമാണെന്നും ദുരൂഹതയില്ലാത്തതാണെന്നും CPM സാക്ഷ്യപ്പെടുത്തിയതല്ലേ? അത് CPMന് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണോ? ഇതൊരു നടക്ക് പോണ മാതിരില്ല. CPMന്റെ ബോധ്യം അനുഭവത്തിൽ നിന്നാണ്. എന്താണ് അനുഭവത്തിൽ നിന്ന് ബോധ്യം? ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ മക്കളെ ആക്രമിക്കുക എന്ന് പറയുന്നത് പുതിയ കാര്യമല്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? EK നായനാരുടെ മകൻ ആക്രമിക്കപ്പെട്ടു. ഞാൻ ചോദിച്ചത് വസ്തുതാപരമായി നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ട കാര്യമാണോ എന്നാണ് ശ്രീ അനിൽകുമാർ. നിങ്ങൾക്ക് വസ്തുതാപരമായി ഈ 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകൾ ഏതെങ്കിലും കരാറുകളുടെ മേലെ നിയമാനുസരണമുള്ള ഒരു കരാറിന്റെ മേലെ ബോധ്യപ്പെടാനുള്ള അധികാരം ഒരു രാഷ്ട്രീയ പാർട്ടിക്കില്ല. ആർക്കാണുള്ളത്? അത്തരം കാര്യങ്ങളെ കുറിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരം ഈ രാജ്യത്താർക്കാണ്? ആർക്കാണ്? ഞാൻ പറയട്ടെ, CPMന്റെ ഒരു കമ്മിറ്റി കൂടുകയാണ്. അല്ല, ആർക്കാണ്? ആ കമ്മിറ്റിയിൽ ഒരു കൂട്ടർ കരാർ കൊണ്ടിരുന്നു. അല്ല, അത് മനസ്സിലായി. നിങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല, അത് വ്യക്തമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഈ കരാറുകൾ ദുരൂഹമാണോ? വെല്ലുവിളിക്കുന്നത് ശ്രീ അനിൽകുമാർ, ഈ കരാറുകൾ ദുരൂഹമാണോ സുതാര്യമാണോ എന്ന് തീർപ്പാക്കാനുള്ള അധികാരം ആർക്കാണ്? ആർക്കാണ് അധികാരം? ആർക്കാണ്? CPMനില്ല. ആര് പറയണം? കമ്പനി ലോ ബോർഡ് പറയണം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആരാണ്? ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആരാണ്? ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഈ 2 കമ്പനികൾ തമ്മിലുള്ള കരാർ പ്രശ്നമാണെന്നും ദുരൂഹമാണെന്നും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കരാർ നിയമപരമല്ല, ഏതെങ്കിലും ഒരു കരാർ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആരാണ് ആ കരാറിലെ ഇരു കക്ഷികളെ കേട്ട് തീരുമാനിക്കേണ്ടത്? എന്നിട്ട് വീണ വിജയന്റെ കമ്പനിയാണെങ്കിൽ വീണ വിജയന്റെ കമ്പനിയും CMRL തമ്മിൽ തർക്കം വന്നാൽ അത് കേട്ട് തീരുമാനിക്കണം. അവർ തമ്മിൽ തർക്കമില്ലല്ലോ, അവർ തമ്മിൽ തർക്കം ഉണ്ടാവുകയുമില്ലല്ലോ ശ്രീ അനിൽകുമാർ. അവർ തമ്മിൽ നടന്ന ഒത്തുകളിയാണ്, കള്ളപ്പണം വെള്ളപ്പണമാക്കിയതാണ് എന്ന് പറയുന്നു. അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഇപ്പോഴും ഇല്ല. അവർ തമ്മിൽ പ്രശ്നമില്ല. എന്താ ഉറക്കം വരുന്നു? അങ്ങനെ കള്ളപ്പണം വെള്ളപ്പണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡിനാണോ? ഉണ്ടോ? നിങ്ങളിപ്പോ എഴുതി ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡിന് അങ്ങനെ എന്തെങ്കിലും കുറച്ച് പരിമിതമായ അധികാരമുണ്ടോ? അധികാരം നിങ്ങൾ അങ്ങനെയാണോ ധരിച്ചിരിക്കുന്നത്? പരിമിതമായ അധികാരമുണ്ടോ ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡിന്? ഈ വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഈ കരാറിൽ ഒരു പ്രശ്നമുണ്ട്, ഈ ബോർഡിൽ ഈ കരാറിൽ പ്രശ്നമുണ്ട് എന്ന് പറയാൻ പിന്നെ ആർക്കാണ് അധികാരം? ഓക്കെ, പിന്നെ ആർക്കാണ് അധികാരം? ശ്രീ അനിൽകുമാറിന്റെ അറിവിൽ അത് തീരുമാനിക്കേണ്ടത് ആരാണ്? വിധി പറയേണ്ടത് ആരാണ്? ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ശരി, ഇനി ഇങ്ങോട്ട് ചോദിക്കില്ല, ഞാൻ മറുപടി പറയും. ഇങ്ങോട്ട് ചോദിച്ചാൽ ഞാൻ നിർത്തും ഈ പരിപാടി. കാരണം ഞാൻ പറയുന്ന നാട്ടുകാർ കേൾക്കുന്നില്ല, അത് കേൾപ്പിക്കരുതെന്ന് ഷാനിക്ക് നിർബന്ധമുണ്ട്. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ, കുറെ സമയമായിട്ട് കളിയാക്കണ്. താങ്കൾ പറയുന്നത് നാട്ടുകാർ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്, ധൈര്യമായി പറഞ്ഞോളൂ. എന്റെ മറുപടിക്കിടെ വന്നാൽ ഞാൻ ഈ പരിപാടിക്കില്ല. എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. നിങ്ങൾക്കാണ് ധൈര്യം ഇല്ലാത്തത്, അതുകൊണ്ടാണ് എന്റെ ശബ്ദം കേൾപ്പിക്കുന്നത്. നാട്ടുകാർ തീരുമാനിക്കട്ടെ, നമ്മൾ അതും കൂടി വിധി പറയണ്ടല്ലോ. ആർക്കാണ് വ്യക്തത ഉള്ളതെന്ന് നാട്ടുകാർ തീരുമാനിക്കട്ടെ. കാണുന്നവർ, താങ്കൾ പറഞ്ഞോളൂ. ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.